ആകാംക്ഷ നിറഞ്ഞ കാത്തിരിപ്പിനൊടുവിൽ ആരാധകർക്ക് ആവേശമേകി മോഹൻലാൽ ചിത്രം എമ്പുരാന്റെ ടീസർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. റിപ്പബ്ലിക് ദിനമായ ഞായറാഴ്ച വൈകിട്ട് 7:07 ടീസർ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആശീർവാദ് സിനിമാസിന്റെ പ്രത്യേക പരിപാടിയിൽ മമ്മൂട്ടിയാണ് ടീസർ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപേ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ സിനിമ എന്റർടൈൻമെന്റ് ന്യൂസുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിൽ ടീസർ റിലീസ് ചെയ്തിട്ടുണ്ട്. മുരളി ഗോപിയുടെ രചനയിൽ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ മാർച്ച് 27 തിയേറ്ററുകളിലേക്ക് എത്തുക. ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ ആശീർവാദ് സിനിമാസിന്റെയും ലൈക്ക പ്രൊഡക്ഷൻസിന്റെയും ഔദ്യോഗിക യൂട്യൂബ് ചാനലുകളിലാണ് ഇപ്പോൾ ടീസർ സോഷ്യൽ മീഡിയയിലേക്ക് എത്തിയിരിക്കുന്നത്. മോഹൻലാൽ, പൃഥ്വിരാജ് എന്നിവർ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെയും പങ്കുവച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ വൻ വരവേൽപ്പാണ് എമ്പുരാന്റെ ടീസറിന് ആരാധകർ നൽകിയിരിക്കുന്നത്. 2019 ചിത്രത്തിന്റെ ആദ്യ പതിപ്പായ ലൂസിഫർ പുറത്തിറങ്ങിയത്. 8 സംസ്ഥാനങ്ങളിലും 4 രാജ്യങ്ങളിലുമായി 14 മാസം കൊണ്ടാണ് എമ്പുരാൻ ചിത്രം പൂർത്തിയാക്കിയത്. ചിത്രത്തിൽ മഞ്ജു വാര്യർ, സുരാജ് വെഞ്ഞാറമൂട്, ഇന്ദ്രജിത്ത്, ഫാസിൽ, സാനിയ അയ്യപ്പൻ, പൃഥ്വിരാജ്, നൈല ഉഷ, അർജുൻ ദാസ് തുടങ്ങിയ വൻ താരനിര തന്നെയാണ് അണിനിരക്കുന്നത്. ഫ്രഞ്ച് നടൻ എറിക് കബൌനി, ബ്രിട്ടീഷ് നടി ആൻഡ്രിയ തിവാദർ എന്നിവരെ ഉൾപ്പെടുത്തിയുള്ള വിദേശ താരങ്ങളും ചിത്രത്തിൽ എത്തുന്നു എന്നുള്ള വിവരങ്ങളാണ് ടീസറിൽ നിന്നും ലഭിക്കുന്നത്. ചിത്രത്തിൽ ടൊവിനോ തോമസ് അവതരിപ്പിക്കുന്ന ജതിൻ രാംദാസ് എന്ന കഥാപാത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്റർ നേരത്തെ തന്നെ പുറത്തിറങ്ങിയിരുന്നു. ടൊവിനോയുടെ ജന്മദിനമായ ജനുവരി 21 ഈ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ചിത്രത്തിൽ മുഴുനീള വേഷമാണ് ടൊവിനോയ്ക്കെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത്. എന്തായാലും അബ്രാം ഖുറേഷിയുടെ ആദ്യ ടീസർ നിങ്ങൾ കണ്ടുവെങ്കിൽ എങ്ങനെയുണ്ട് അഭിപ്രായം എന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ അവസാനിക്കുന്നു. ഏറ്റവും പുതിയ സിനിമാ ന്യൂസുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.